ഗായ്സ്, നമുക്കിന്ന് മീഷോന്ന് കുറച്ച് അംബ്രല്ലാസ് നോക്കാം, അഥവാ കുറച്ച് കുടകൾ നോക്കാം. സാധാരണ എനിക്ക് ഈ കുട ഇഷ്ടമല്ല, ഞാനൊരു റെയിൻകോട്ട് പേഴ്സൺ ആണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് മീഷോയിൽ കണ്ടു. സോ ഞാൻ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഈ 5 ഫോൾഡിന്റെ ക്യാപ്സ്യൂൾ പോലെ ഇരിക്കുന്ന ഈ കുടയാണ്. ഇത് ഒരു പൗച്ചോട് കൂടിയാണ് പറഞ്ഞാൽ നമുക്ക് ബാഗിലായാലും ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിക്കാണ്. ഇത് നല്ലൊരു ഒരു ലാവെൻഡർ കളറാണ്. ഈ കുടയ്ക്ക് ലൈറ്റ് വെയിറ്റും ആണ്, അതേസമയം നമുക്ക് ക്യാരി ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. ഈ കുടയുടെ തന്നെ ഒരുപാട് കളർ ഷെയ്ഡുകളും അവൈലബിൾ ആണ്. പിന്നെ നനയുമ്പം ഡിസൈൻ വരുന്ന സംഭവം ഇതിലില്ല ഗൈസ്. രണ്ടാമത് വന്നിട്ട് ഈ പിങ്ക് കുടയാണ്. ഇതിന്റെ ഡിസൈൻ കണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുടയും കൂടിയാണ്. ഇത് വെറും 231 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിന്റെ ഡിസൈൻ ഒരു രക്ഷയില്ല. ആൻഡ് ഇത് അത്യാവശ്യം സ്ട്രോങ് കുടയാണ്. 2 ഫോൾഡ് ആണെങ്കിലും പപ്പടം പോലത്തെ കുടയല്ല ഗൈസ്, ഒരു അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള കുടയാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വെള്ളം വീഴുമ്പോൾ ഇതുപോലെ ഡിസൈൻ വരും. അടുത്തത് വന്നിട്ട് ഈ ട്രാൻസ്പെറന്റ് കുടയാണ്. ആക്ച്വലി കൊറിയൻ സീരീസിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. നമുക്ക് വല്ല ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റിനോ ഒക്കെ ഒരു പറ്റിയ ഓപ്ഷൻ ആണ്. ഈ കുടയുടെ പ്രൈസ് വന്നിട്ട് 217 ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ആൻഡ് ലാസ്റ്റ് കുട, നമ്മുടെ ക്യാപ്സ്യൂൾ കുട. ഇതെല്ലാം മീഷോയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചാണ്. തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുട പൊട്ടിയിരിക്കുകയാണെന്ന്, പക്ഷെ അത് മടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇതൊരു ഓക്കെ കുടയാണ് ഗൈസ്. ഒരു എന്നെ പോലും ഇത് കവർ ചെയ്യുന്നില്ല. സോ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു ആവറേജ്, ബിലോ ആവറേജ് കുടയാണ്. ഞാൻ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ തന്നെ അവൈലബിൾ ആയി. 338 റുപ്പീസ് ആണ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ.